നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. ഇന്ന് നമുക്ക് ഗർഭകാലത്തെ ആദ്യത്തെ 3 മാസം അഥവാ ഫസ്റ്റ് ട്രൈമസ്റ്ററിന് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. മൊത്തം ഉള്ള ഗർഭകാലത്തിന് ശരിക്കും നമ്മൾ 3ആയിട്ടാണ് മെഡിക്കലി തരംതിരിച്ചേക്കുന്നത്. 3 ട്രൈമസ്റ്ററുകളായിട്ട്. ട്രൈമസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം കൂടിയിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ 3 മാസത്തിനെയാണ്. പലരും പറയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ആദ്യത്തെ 3 മാസം, ഏറ്റവും ക്രൂഷ്യലാണ്, ഏറ്റവും റിസ്കി ആണ്. അപ്പൊ ശരിക്കും ഇതിലൊക്കെ വല്ല വാസ്തവവും ഉണ്ടോ? നമ്മൾ എന്തൊക്കെയാ ശരിക്കും ആദ്യത്തെ 3 മാസത്തില് ഒരു ഗർഭിണി ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം? ഇതിനെയൊക്കെ പറ്റിയാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്. അപ്പൊ ഈ ടോപ്പിക്കില് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യത്തെ 3 മാസത്തില് ഫസ്റ്റ് സംഭവിക്കുന്നത് നമ്മൾ പ്രഗ്നൻസി കാർഡ് മേടിച്ച് വീട്ടിൽ നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് അറിയുന്നു. ഒരേ സമയം സന്തോഷവും അമ്പരപ്പും അതുപോലെ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷനും എല്ലാം ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടും വളരെ സ്മൂത്ത് ആയിട്ടും ശരിക്കും പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ആദ്യത്തെ 3 മാസങ്ങൾ അഥവാ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒരു ഗർഭിണി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ഏത് രീതിയിലാണെങ്കിലും പോസിറ്റീവ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഗർഭിണിയോട് ചോദിച്ച് മനസ്സിലാക്കാനും ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ ചില കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കാൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടാവും. അപ്പൊ എന്താണ് നമ്മൾ ആദ്യത്തെ ഡോക്ടേഴ്സ് വിസിറ്റ്? നമ്മൾ ആന്റിനേറ്റൽ ചെക്കപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആന്റിനേറ്റൽ ചെക്കപ്പ് ഫസ്റ്റ് ANC. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഗർഭിണിയുടെ ഫുൾ ഹിസ്റ്ററി എടുക്കും. ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് മുന്നേ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മുന്നേ എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ടോ, ഇപ്പൊ കറന്റ്ലി എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ. ചിലർ പ്രമേഹം ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരായിരിക്കും, ചിലർ തൈറോയിഡിന്റെ മെഡിസിൻസ് എടുക്കുന്നവരായിരിക്കും. അപ്പൊ ഇതെല്ലാം അറിയേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അപ്പം ഹിസ്റ്ററി എടുക്കുക, നേരത്തെ ഉള്ള മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ എന്തെങ്കിലും സർജറികൾ മുന്നേ ചെയ്തിട്ടുള്ളതാണോ. ചിലർ തൈറോയിഡിന്റെ സർജറി ചെയ്തിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പൻഡിക്സിന്റെ സർജറി ചെയ്തിട്ടുള്ളവരുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഈ പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദ്യത്തെ വിസിറ്റിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കും എന്തെങ്കിലും രക്തക്കുറവുണ്ടോ, കാലിൽ നീര് വല്ലതും ഉണ്ടോ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിന്റെ എന്തെങ്കിലും ഉണ്ടോ. ഇപ്പൊ ഹാർട്ടിന്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഹാർട്ടിന്റെ ഇത് പരിശോധിച്ച് നോക്കും. ശ്വാസം മുട്ടലുള്ളവർക്കാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ. അപ്പൊ ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാലാണ് ഈ ആദ്യത്തെ വിസിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആദ്യത്തെ വിസിറ്റിൽ തന്നെ നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ, ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതായത് ഇപ്പം നേരത്തെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല, അങ്ങനെയുള്ളവരൊന്നും പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കുറവ്. പ്രഗ്നൻസിയിൽ നമുക്ക് രക്തക്കുറവ് ഒത്തിരി അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പം രക്തക്കുറവ് എന്തെങ്കിലും ഉണ്ടോ, ഈ പറയുന്ന പോലെ തൈറോയിഡിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, പ്രമേഹം അഥവാ ഡയബറ്റീസിന്റെ പ്രശ്നം ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ആദ്യത്തെ 3 മാസത്തിനകത്ത് തന്നെ ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എത്രയും നേരത്തെ ചികിത്സ എടുക്കേണ്ടതാണ്. ഓൾറെഡി ഇപ്പൊ പ്രമേഹം, പ്രഷർ, തൈറോയിഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതെല്ലാം നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ പ്രഗ്നൻസിയിലേക്ക് പോകാനായിട്ട്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന രക്തപരിശോധനകൾ. അതുപോലെ തന്നെ നമ്മൾ ചെക്കപ്പിന്റെ സമയത്ത് പ്രഷർ നോക്കും, അതുപോലെ തന്നെ വെയിറ്റും നോക്കും. അതും ഈ ഫസ്റ്റ് വിസിറ്റിൽ. ആക്ച്വലി അത് എല്ലാ വിസിറ്റിലും നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. വെയിറ്റ് നോക്കുന്നതും അതുപോലെ തന്നെ BP നോക്കുന്നതും അത് എല്ലാ ചെക്കപ്പിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിൽ 2 സ്കാനിങ്ങുകൾ വരുന്നുണ്ട്. ആദ്യത്തെ സ്കാനിങ് ഏതാണ്ട് ഒരു 6 ആഴ്ച മുതൽ 8 ആഴ്ചക്കകത്തായിരിക്കും ചെയ്യുന്നത്. നമുക്ക് യൂട്രസിനകത്ത് തന്നെയാണോ ഗർഭം, നോർമൽ പ്രഗ്നൻസി ആണോ, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നിട്ടുണ്ടോ, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല, ഇതറിയാനായിട്ടും. പിന്നെ 3ആം മാസത്തിലുള്ളത് കുഞ്ഞിന് ക്രോമസോം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഗ്രോത്ത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കാനുമായിരിക്കും യൂഷ്വലി നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നത്. അപ്പൊ 2 സ്കാനിങ്ങുകളായിരിക്കും ആദ്യത്തെ 3 മാസത്തിനകത്ത് വരുന്നത്.
അപ്പൊ ഇതാണ് പൊതുവേ നമ്മൾ ചെക്കപ്പിന് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ. കുറച്ച് രക്തപരിശോധനകൾ ഉണ്ടാവും, അല്ലാതെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടാവും, സ്കാനിങ്ങുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 3 മാസങ്ങളിൽ ഗർഭിണികൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആദ്യം പ്രഗ്നന്റ് ആയതിന്റെ സന്തോഷമൊക്കെ നമുക്ക് കുറച്ച് ഓക്കാനം ഛർദിയൊക്കെ വരുമ്പോഴത്തേനും കുറച്ച് കുറയും. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗർഭിണികളിൽ ഒരു 70 മുതൽ 80% വരെ ഗർഭിണികൾക്ക് ഈ ഓക്കാനം, ഛർദി അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ അത് ദിവസം ഒരു 1-2 വട്ടം ഛർദിക്കുന്ന ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയ ഇടവേളകളിൽ കുറച്ചായിട്ട് ആഹാരം കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ചെറിയ രീതിയിലുള്ള എക്സസൈസ് നടത്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, അത് തന്നെ മതിയാവും. അതുപോലെ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞാൽ. അത് ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. നമ്മൾ ഓക്കാനത്തിന്റെ കൂടെ തന്നെ നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. അതിനും ഈ പറയുന്ന പോലെ നമ്മൾ ഇടവേളകളിൽ ചെറിയ വിട്ട് ആഹാരം കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, അതുപോലെ തന്നെ ഒത്തിരി ഓയിൽ ചേർത്തിട്ടുള്ളതും ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങളും കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളെ ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു പ്രശ്നമാണ് മോഷൻ ടൈറ്റ് ആവുക, നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും. അതിനും ഇതുപോലെ വെള്ളം മെയിനായിട്ട് 2 ലിറ്റർ ഡെയിലി കുടിക്കുന്ന ഉറപ്പാക്കുക. ഫൈബർ ഉള്ള ആഹാരങ്ങൾ, നാരുള്ള ആഹാരങ്ങൾ, ധാരാളം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കുക. പിന്നെ ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഒരു നടത്തോ അങ്ങനത്തെ എന്തെങ്കിലും യോഗയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം ഇങ്ങനത്തെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. പക്ഷെ ചിലർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഛർദി കാരണം ഒന്നും ഫുഡേ കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളമേ കുടിക്കുന്നില്ല, കഴിക്കുന്നതെല്ലാം ഛർദിച്ചു പോകുന്നു, വെള്ളം കുടിക്കുമ്പോൾ തന്നെ അതിന്റെ ഇരട്ടിയായിട്ട് ഛർദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നാലും നമ്മൾ ഡ്രിപ്പ് ഇടുകയോ ഛർദിലിന്റെ ഇഞ്ചക്ഷൻ എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് ചിലപ്പം ഒരു 1-2 ദിവസം കിടത്തിയിരിക്കുന്ന നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ തന്നെ അതൊക്കെ ബെറ്റർ ആവും. പിന്നെ വീട്ടിൽ വന്ന് ചിലപ്പം അത് ഛർദിലിനായിട്ടുള്ള ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതിയാവും. പക്ഷെ ഈ പറയുന്ന രീതിയിൽ അമിതമായിട്ടുള്ള ഛർദി ഉണ്ട്, ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ലാത്ത രീതിയിൽ ഛർദി ഉണ്ടെങ്കിൽ മാറും എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഡോക്ടറുടെ സേവനം തേടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രഗ്നൻസിയിൽ കോമൺ ആയിട്ട് വരുന്ന, എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു സംഭവമാണ് ബ്ലീഡിങ് ആവുക അല്ലെങ്കിൽ സ്പോട്ടിങ് ആവുക. നമുക്കൊരു നോർമൽ പ്രഗ്നൻസിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്പോട്ടിങ് ഒക്കെ നോർമലാണ്, പ്രത്യേകിച്ച് ഈ ആദ്യത്തെ 3 മാസത്തില്. നമ്മൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ മറുപിള്ള താഴെയാണ് അതിന്റെ പൊസിഷനിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലീഡിംഗ് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയ സ്പോട്ടിങ് പോലെ. അപ്പൊ അത് ആക്ച്വലി ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ചിലർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ് അമിതമായിട്ടുണ്ടാവും. അതായത് പീരിയഡ്സ് പോലെ തന്നെ ഒരു അര പാഡിനെക്കാട്ടിയും കൂടുതൽ എമൗണ്ട് ബ്ലീഡിങ് പോകും. ചിലപ്പം കഷ്ണങ്ങളായിട്ട് ക്ലോട്ട്സ് ആയിട്ട് ബ്ലീഡിങ് പോകും. അപ്പൊ ആ രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സേവനം ആവശ്യമുണ്ട്. കാരണം ചിലപ്പോൾ ചില ഹോർമോണിന്റെ ഒരു കുറവ് കൊണ്ടോ അങ്ങനെയൊക്കെ ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഹോർമോണൊക്കെ സപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ബ്ലീഡിങ് നിൽക്കുകയും ബാക്കിയുള്ള പ്രഗ്നൻസി ഗർഭം പ്രോപ്പറായിട്ട് വളർന്നു വരികയും ചെയ്യും. പിന്നെ ചിലർക്ക് ഉള്ള പ്രശ്നമാണ് നമ്മുടെ പീരിയഡ്സിന്റെ സമയത്ത് ഉള്ള വയറുവേദന പോലെ, നമ്മൾ ക്രാംസ് എന്ന് പറയും. അങ്ങനെയുള്ള ചെറിയ ക്രാംസ് വന്നും പോയി ഇരിക്കുന്നതൊക്കെ നമ്മുടെ ആദ്യത്തെ 3 മാസത്തിൽ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ വളരെ അപൂർവമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രാംസ് പോവാതെ നിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, കുറയുന്നേ ഇല്ല, ഒരേ രീതിയിൽ തന്നെ നിൽക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പം ഈ ക്രാംസിന്റെ കൂടെ തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗർഭം അലസിപ്പോകുന്നതിന്റെ ലക്ഷണമായിരിക്കാം ഈ രീതിയിലുള്ള അമിതമായിട്ടുള്ള ക്രാംസും അതുപോലെ തന്നെ ക്രാംസിന്റെ കൂടെ ബ്ലീഡിങ്ങും ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് യൂഷ്വലി കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്നു, ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രഗ്നൻസിയിലെ കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് വരും. നമ്മൾ നോർമലി എല്ലാ മാസം പീരീഡ്സ് വന്നുകൊണ്ടിരുന്ന പോലെ അല്ലാത്ത രീതിയിൽ ചില ഹോർമോൺസ് ഒക്കെ, പ്രൊജസ്ട്രോൺ ഒക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റില് നമ്മൾ ഒത്തിരി മെക്കാനിസംസ് ബോഡിക്കകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്ഷീണം, കുറച്ച് ഉറക്കം കൂടുതൽ, ഇതൊക്കെ നോർമൽ ആയിട്ടുള്ളതാണ്.
അപ്പൊ യൂഷ്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസമൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ മാറി കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വെയിറ്റ് കുറഞ്ഞു പോകാന്നുള്ളത്. ചിലപ്പോൾ പ്രഗ്നൻസി തുടങ്ങുമ്പോഴത്തേക്കും ഉള്ള വെയിറ്റിനെ കാട്ടിയും ചിലപ്പോൾ ഒരു 3 മാസത്തിൽ ഒരു 1-2 കിലോ ചിലപ്പോൾ കുറഞ്ഞേക്കാം. അപ്പൊ അതും വലിയതായിട്ട് പേടിക്കാനൊന്നുമില്ല. കാരണം ചിലപ്പോൾ ആദ്യത്തെ 3 മാസത്തിൽ നമുക്ക് ഓക്കാനും ഛർദിയൊക്കെ കാരണം അധികം ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ കുറച്ചൊരു വെയിറ്റ് കുറയും. 1-2 കിലോ ഒരു 3 മാസത്തിൽ കുറഞ്ഞെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അത് കഴിയുമ്പോൾ നമ്മൾ നോർമലി ആഹാരം കഴിക്കാറാവുമ്പോൾ ഇതൊക്കെ പിക്കപ്പ് ആയിക്കോളും. അപ്പൊ അത് ഓർത്ത് കൂടുതലായിട്ട് പറയണ്ട. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റായിട്ട് നമ്മൾ 2 ലിറ്റർ വെള്ളം ഒരു ഗർഭിണി നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. അപ്പം ഛർദി ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ടൈപ്പ് വെള്ളവും നമുക്ക് ഒരുമിച്ച് കുടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം കുടിക്കാൻ പറ്റുന്ന ചിലർക്ക് കഞ്ഞിവെള്ളമായിരിക്കും കുടിക്കുമ്പോൾ പ്രശ്നമില്ലാത്ത, ചിലർക്ക് കരിക്കും വെള്ളമായിരിക്കും. അപ്പൊ ഏത് രീതിയിലുള്ള വെള്ളമാണോ കുടിക്കാൻ പറ്റുന്നത് അത് കുടിക്കുക. അപ്പൊ വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, കോഫി കുടിക്കാമോ, കോഫി പ്രശ്നമാണ് പ്രഗ്നൻസിയിൽ എന്നൊരു മിഥ്യാധാരണയുണ്ട്. ആക്ച്വലി നമുക്ക് ഒരു ദിവസം 2 കപ്പ് കോഫി വരെ കുഴപ്പമില്ല എന്നാണ് നമ്മളെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് വെള്ളത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിന്റെ കാര്യം. ആഹാരത്തില് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങുന്ന ആഹാരം വേണം കഴിക്കാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചരിച്ചില്, ഓക്കാനം, അതുപോലെ തന്നെ മോഷൻ ടൈറ്റ് ആവുന്നത്, ഇതിനൊക്കെ പ്രതിവിധിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫൈബർ ഉള്ള ആഹാരം, നാരുള്ള ആഹാരം, ഇതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ധാരാളം കഴിക്കേണ്ടത്. പിന്നെ നമ്മൾ എന്ത് തരം ഫുഡ് ഒഴിവാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഫൈബർ തീരെ ഇല്ലാത്ത, പ്രത്യേകിച്ചും മൈദയിലൊക്കെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ മാക്സിമം കുറയ്ക്കുക. കാരണം മോഷൻ ടൈറ്റ് ആവുന്ന അങ്ങനെയുള്ള ദഹനത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ മൈദയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രഗ്നൻസിയിൽ. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് പുറത്തുനിന്ന് മേടിക്കുന്ന നോൺ വെജ് ആയിട്ടുള്ള ആഹാരങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അണുബാധകളൊക്കെ വരാനായിട്ട് ഒരു സാധ്യത കൂടുതലാണ് പ്രഗ്നൻസിയിൽ. അപ്പം കഴിയുന്നതും പുറത്തുനിന്ന് മേടിക്കുന്ന അൺകുക്ക്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക. പിന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഗർഭിണി. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ചിലർക്ക് ആദ്യമേ രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ രക്തക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാം. അപ്പം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക. ഉദാഹരണത്തിന് ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ശർക്കര, കപ്പലണ്ടി, റാഗി, എള്ള്, ഇതൊക്കെ അയൺ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സിന്റെ കൂടെ. അപ്പൊ ഇത് കൂടുതലായിട്ട് കഴിക്കണം. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്ത് തരത്തിലുള്ള ലഹരിയും നമ്മൾ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കുന്നത് സേഫ് അല്ല. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് സ്മോക്കിംഗ്. അതായത് നമ്മുടെ കുടുംബത്തിൽ വേറെ ആരെങ്കിലും നമ്മുടെ ആയിട്ട് ക്ലോസ് കോണ്ടാക്ട് വരുന്നത് ചിലപ്പോൾ ഹസ്ബൻഡ് ആവാം, ചിലപ്പോൾ അച്ഛനാവാം. അപ്പം അങ്ങനെയുള്ളവരുടെ പാസീവ് സ്മോക്കിംഗ് പോലും നമുക്ക് പ്രഗ്നൻസിയിൽ കുഞ്ഞിന് ദോഷം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്താ ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗർഭകാലത്ത് കഴിക്കുന്ന മരുന്നുകൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ കഴിയുന്നതും ഗർഭിണി മരുന്നുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം പല മരുന്നുകളും നമുക്ക് ഗർഭകാലത്ത് കുഞ്ഞിന് ദോഷമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അണുബാധകൾ, പനിയോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം മരുന്നുകൾ കഴിക്കുകയും ചെയ്യുക. അത് ഈവൻ ചിലർക്ക് ഗർഭകാലത്ത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അധികം പിമ്പിൾസ് വരും മുഖത്ത്. അത് ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ്. ചിലർക്ക് ഉള്ള പിമ്പിൾസ് പോവും, അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെയും ഹോർമോണൽ ചേഞ്ച് അനുസരിച്ചിരിക്കും. അപ്പം ഈ ഒത്തിരി പിമ്പിൾസ് വരുമ്പോൾ നമ്മൾ ഓവർ ദ കൗണ്ടർ പോയിട്ട് ഷോപ്പിൽ നിന്ന് നമ്മൾ അതിന്റെ ടോപ്പിക്കലായിട്ട് ഓയിൻമെന്റുകൾ അങ്ങനെ മേടിച്ചിട്ടാൽ പോലും അതുപോലും ചിലപ്പോൾ കുഞ്ഞിന് ദോഷമായിരിക്കും. അപ്പം ലോക്കലി അപ്ലൈ ചെയ്യുന്ന കയ്യിലോ കാലിലോ പുരട്ടുന്ന സാധനങ്ങൾ പോലും കഴിയുന്നതും മെഡിസിൻസ് വിഭാഗത്തിൽ പെടുന്നത് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില അണുബാധകളുണ്ട് ഈ മൃഗങ്ങളുമായിട്ട് കോണ്ടാക്ട് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഗർഭിണികൾക്ക് വരാൻ സാധ്യതയുള്ളൂ. അത് കുഞ്ഞിന് ദോഷമായിട്ടുള്ളത്. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയും. അപ്പൊ അത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചകളുടെയൊക്കെ കാഷ്ടം ഉണ്ടല്ലോ, അതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഒരു ഗർഭിണിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ടോക്സോപ്ലാസ്മ പോലുള്ള ഇൻഫെക്ഷൻസ് വരാൻ ഒരു സാധ്യത കൂടുതലാണ്.
അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രഗ്നൻസിയിൽ ഒഴിവാക്കുക. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും. പിന്നെ വാർണിംഗ് സിഗ്നൽസ് നേരത്തെ പറഞ്ഞ പോലെ ശക്തിയായിട്ടുള്ള വയറുവേദന വരുന്നു, ബ്ലീഡിങ് വരുന്നു, ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഛർദി വരുന്നു, ഇതൊക്കെ ഇങ്ങനെയുള്ള വാർണിംഗ് സിഗ്നൽസ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സേവനം ചെയ്യണം. വേണ്ട ആവശ്യമാണ് അവിടെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ആഹാരക്രമത്തിലും ചെറിയ രീതിയിലുള്ള എക്സസൈസിലും വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുന്നത് വഴി ഡീഹൈഡ്രേഷൻ ഒഴിവാക്കിയും ഒക്കെ നമുക്ക് ആദ്യത്തെ 3 മാസം ഒരു ഹാപ്പി ആയിട്ടുള്ള കാലയളവായിട്ട് കൊണ്ടുപോകാം. വലിയൊരു റിസ്ക് ഉള്ള പ്രശ്നമൊന്നും അല്ല. പിന്നെ ഈ സമയത്ത് എന്തെങ്കിലും നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കുന്നതിനെ പറ്റിയോ ഒക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് സെക്ഷനിൽ ഇടുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നവരെ